ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രായം നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട്, നമ്മുടെ മസിൽസിനൊക്കെ നല്ല നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സാർക്കോപ്പീനിയ പോലെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മസിൽ ലോസ് തടയാനായിട്ട്, ഒരുപാട് ന്യൂറോളജിക്കൽ പ്രോബ്ലംസിന് വരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതായത് എല്ലാവരും കഴിക്കേണ്ട ഒരു സപ്ലിമെന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നാം സംസാരിക്കാൻ പോകുന്നത്. ആ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ രാജേഷ് മോഹൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്. ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടി തോന്നും. കാര്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ക്രിയാറ്റിൻ ആണ് എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷെ അത് ക്രിയാറ്റിൻ അല്ല, അത് ക്രിയാറ്റിൻ ആണ്. ക്രിയാറ്റിനും രണ്ട് പ്രോഡക്റ്റ് ആണ് എന്നുള്ള കാര്യം ആദ്യമേ പറയട്ടെ. ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതൊരു നമ്മുടെ ഫുഡിൽ നമുക്ക് കിട്ടേണ്ട ഒരു കണ്ടന്റ് ആണ്. ഞാൻ പറ്റി കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാര്യം ക്രിയാറ്റിനെ പറ്റിയിട്ട് ധാരാളം വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ, ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് കാണാനിടയായിട്ടുണ്ട്. അപ്പോ അതില് പറയുന്നുണ്ട്, പുള്ളിക്കാരൻ പറയുന്നുണ്ട് ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സപ്ലിമെന്റ് ആണ്, അല്ലാത്തവർ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആവും, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസർ പറയുന്ന കേട്ടു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, 10,000-3000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഒരിക്കലും ക്രിയാറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡീസിലും അങ്ങനെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ, നിങ്ങൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്രിയാറ്റിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ക്രിയാറ്റിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ലാത്ത ഒരു അമിനോ ആസിഡ് കോമ്പൗണ്ട് ആണ്. ക്രിയാറ്റിൻ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സീ ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതുപോലെ നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ട് നമ്മുടെ ബോഡിയും ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ലിവറാണ് കൂടുതലായിട്ട് നമ്മുടെ ക്രിയാറ്റിൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ക്രിയാറ്റിനെ നമുക്ക് എക്സോജീനസ് ക്രിയാറ്റിൻ എന്നും, നമുക്ക് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് എൻഡോജീനസ് ക്രിയാറ്റിൻ എന്നും പറയാം. അർജിനിൻ, ഗ്ലൈസിൻ, മെത്തിയോൺ എന്നീ 3 അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ക്രിയാറ്റിൻ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ 2 രീതിയിലും എക്സോജീനസും എൻഡോജീനസുമായി ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ക്രിയാറ്റിൻ നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. 120 മില്ലിമോൾസ് പെർ കിലോഗ്രാം എന്ന രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ക്രിയാറ്റിൻ വേണ്ടത്. എന്നാൽ ഇത് നമുക്ക് ഫുഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 80 ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ക്രിയാറ്റിൻ നമ്മൾ ഔട്ട്സൈഡ്, അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്നാണ്. ഈ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ATP എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP ആണ് നമ്മുടെ ശരീരത്തിലെ സെൽസിന് ആവശ്യമായിട്ടുള്ള എനർജി നൽകുന്നത്. നമ്മൾ കഴിക്കുന്ന ക്രിയാറ്റിൻ, അത് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് രൂപത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബ്ലഡിൽ ചെല്ലുന്ന ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആയിട്ടാണ്. അപ്പൊ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് വിഘടിച്ചുണ്ടായിട്ട് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അത് ഒരു ഫോസ്ഫേറ്റ് ആയിട്ട് വിഘടിച്ച് മാറും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എനർജിയാണ് നമ്മുടെ സെൽസിന് വർക്ക് ചെയ്യാനുള്ള പവർ കിട്ടുന്നത്. അപ്പൊ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിന് ഒരു ഫോസ്ഫേറ്റ് ആറ്റം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിലെ ഫോസ്ഫേറ്റ് ഇവിടെ ആഡ് ആവുകയും നമ്മുടെ ATP സിസ്റ്റം കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുകയും നമുക്ക് നല്ല രീതിയിൽ എനർജി കിട്ടുകയും, നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലിനിക്കൽ സ്റ്റഡീസ് പറയുന്നത് 20 to 25% വരെ നമ്മുടെ പെർഫോമൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കാലങ്ങളായിട്ട് അത്ലറ്റുകൾ അവരുടെ ഒരു പെർഫോമൻസ് എൻഹാൻസിങ് സപ്ലിമെന്റ് ആയിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്ത് വരുന്നത്. ഈ പറഞ്ഞ ക്രിയാറ്റിൻ ഏകദേശം ഒരു 95% നമ്മുടെ മസിൽസിലാണ്, സ്കെൽറ്റൽ മസിൽസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിയാറ്റിൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒന്ന് നമുക്ക് മസിൽസ് ഒക്കെ ഒന്ന് വന്നതായിട്ടൊരു ഫീൽ ഉണ്ടാവുന്നത് ഈ ക്രിയാറ്റിൻ വന്ന് നമ്മുടെ ബോഡിയിലേക്ക് ലോഡ് ആവുന്നത് കൊണ്ടാണ്.
എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന്. അങ്ങനെ ഒരുപാടൊന്നും വെള്ളം കുടിക്കേണ്ട. നിങ്ങൾ നോർമലി കഴിക്കുന്നതിനേക്കാളും 1 ലിറ്റർ വെള്ളം ഡെയിലി കൂടുതൽ കുടിച്ചാൽ മതിയാവും. ഇനി എന്തിനാണ് ഈ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞുതരാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓക്സലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ആവുന്നത് വെള്ളം അബ്സോർവ് ചെയ്തുകൊണ്ടാണ് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മസിൽസിൽ ഇത് വെള്ളം വന്ന് സ്റ്റോർ ആവും നമുക്ക് നല്ലതാണോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വളരെ നല്ലതാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ സെൽസിൽ എല്ലാ മെറ്റബോളിസം നടക്കുന്നതിനും എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനും ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് വെള്ളം വേണം. അപ്പോൾ ക്രിയാറ്റിൻ ഒരു വെള്ളത്തോട് കൂടിയാണ് അബ്സോർവ് ചെയ്താണ് വന്ന് കയറുന്നത്. ഞാൻ പറഞ്ഞ ഓക്സിമലേറ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കണം എന്ന് എപ്പോഴും പറയാറുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് സേഫ് ആണോ, എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ക്രിയാറ്റിൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്. പലതരം ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെറ്റാ അനാലിറ്റിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം സ്റ്റഡി ചെയ്തിട്ടുള്ളത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് തന്നെയാണ്. ഡെയിലി 3 to 5 ഗ്രാം എന്നുള്ള ഡോസിൽ ആർക്ക് വേണമെങ്കിലും ഈ സപ്ലിമെന്റ് എടുക്കാം. പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി പ്രോബ്ലംസ് ആൾറെഡി ഉണ്ടെങ്കിൽ, നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഒരു കിഡ്നി പ്രോബ്ലം കൊണ്ട് വലയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ എടുക്കുന്ന മുമ്പ് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ്, ഇപ്പോൾ ഡയബറ്റിക് കൂടിയിട്ട് നിങ്ങളുടെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഒരുപാട് വന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നോർമലി ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരു കിഡ്നിക്ക് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് 3 to 5 ഗ്രാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ് എടുക്കാം. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ പുറത്തുവിട്ട ഒരു സ്റ്റഡിയിലും അവർ പറയുന്നുണ്ട്, അവർ ഏകദേശം 5 വർഷത്തോളം 30 ഗ്രാം ക്രിയാറ്റിൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളെ സ്റ്റഡി നടത്തി. അതിലും ആ സ്റ്റഡീസിലും അവർക്ക് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ടായത് മാത്രമാണ് റിസൾട്ടിൽ കണ്ടത്. ഇനി ക്രിയാറ്റിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ആവറേജ് ഒരു സാധാരണ ആളിന് 3 to 5 ഗ്രാം വെച്ച് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഈ പറയുന്നത് ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കാര്യം നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയാറ്റിൻ അതിൻ്റെ കൂടെ കഴിക്കേണ്ട എന്നുള്ളത് കൊണ്ട് 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിലോ നിങ്ങളൊരു പവർ ലിഫ്റ്ററോ നിങ്ങളൊരു വെയിറ്റ് ലിഫ്റ്റോ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ 3 to 5 എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോഡിംഗ് ഫേസ് എന്ന് നിങ്ങൾ പല ജിമ്മുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഡെയിലി ഒരു 20 to 30 ഗ്രാം വെച്ചിട്ട് ഒരാഴ്ച കഴിച്ചതിന് ശേഷം പിന്നെ 3 to 5 ഗ്രാമിലേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ചില ആളുകൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് പറയാറുണ്ട്. ഇത്രയും ക്രിയാറ്റിനകത്തേക്ക് പോകുന്നുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം നിങ്ങളുടെ മസിൽസിൽ പെട്ടെന്ന് തന്നെ ക്രിയാറ്റിൻ ലോഡ് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വളരെ പെട്ടെന്നുണ്ടാവും. പക്ഷെ നോർമലി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 3 to 5 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ മസിൽസ് ഫുള്ള് ക്രിയാറ്റിൻ നിറയും. അപ്പോൾ നിങ്ങൾക്ക് അതേ ബെനിഫിറ്റ്സ് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഡിംഗ് ഫേസ് വേണം എന്നുള്ളവർക്ക് ലോഡിംഗ് ഫേസ് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 3 to 5 ഗ്രാം വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ധാരാളം അത് മതിയാവും. ഇനി ക്രിയാറ്റിന്റെ ഗുണങ്ങൾ ഒന്നും കൂടി പറയാം. ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ യങ് ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്രിയാറ്റിൻ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ സാർക്കോപ്പീനിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രായമാകുമ്പോൾ 35 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് കുറഞ്ഞ് മസിൽ ലോസ് ഉണ്ടായി തുടങ്ങും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ചെറുപ്പത്തിൽ ഇരുന്ന പോലെയല്ല, വളരെ അങ്ങ് ചൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നമുക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്രിയാറ്റിന് സാധിക്കുമെന്ന് പല സ്റ്റഡീസും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സർജറി നടന്നുണ്ടെങ്കിൽ അതിന്റെ റീഹാബിലിറ്റേഷനായിട്ടും നമുക്ക് ക്രിയാറ്റിൻ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തെർമൽ റെഗുലേഷൻ ആയിരുന്നാലും പാർക്കിൻസൺ ഡിസോർഡർ ആയിരുന്നാലും അല്ലെങ്കിൽ അൾസൈമേഴ്സ് ആയിരുന്നാലും
അത്തരത്തിലുള്ള പല എപ്പിലിപ്സി ആയിരുന്നാലും അത്തരത്തിലുള്ള പല കണ്ടീഷനും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഒരുപാട് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അപ്പോ പ്രായമായ ആളുകൾ, ഇത് ആരൊക്കെ എടുക്കുന്ന പ്രായമായ ആളുകൾ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ കണ്ടീഷൻസ് അവര് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് വേറെ ഒരു കിഡ്നിക്ക് വേറെ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് പ്രായമായ ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വളരെ ചീപ്പ് ആയിട്ടുള്ള സപ്ലിമെന്റും കൂടിയാണ്. അതായത് വളരെ വില കുറഞ്ഞിട്ട് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് നമുക്ക് കിട്ടത്തില്ല. കാര്യം ഇതുപോലൊരു ബോട്ടിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 3 to 5 ഗ്രാം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെയൊക്കെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1500 ബിലോ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്രിയാറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനേ അല്ല, ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് അല്ല. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഡയറ്ററി സപ്ലിമെന്റ് മാത്രമാണ്. നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നതും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ക്രിയാറ്റിനെ പറ്റിയുള്ള മാക്സിമം ഡൗട്ടുകളും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ക്രിയാറ്റിൻ സേഫ് ആണ്. ക്രിയാറ്റിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഈ ക്രിയാറ്റിനിൻ ഇത് രണ്ടും കൂടി ആ പേരുള്ളതാണ് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് പേർക്ക് വരുന്നത്. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ക്രിയാറ്റിൻ അതല്ല. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ എനർജിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഗുണമുള്ള ഒരു സപ്ലിമെന്റ് ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റൊരു മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ തെറ്റായിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയിട്ട് എന്താണ് നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വളരെ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ക്രിയാറ്റിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ വേണ്ടി വന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഐ ആം രാജേഷ് കെ മോഹൻ. ഈ വീഡിയോ എൻ്റെ യൂട്യൂബിലാണ് കാണുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ.